11 വയസ്സ് തികഞ്ഞിട്ടും കാപ്പിൽ പ്രിയദർശിനി ബോട്ട് ക്ലബിന് നല്ല കാലമില്ല. ഇവിടുത്തെ ബോട്ടുകളിൽ ഭൂരിഭാഗവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവയാണ്. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള കാപ്പിൽ തീരത്ത് ഈ ബോട്ട് ക്ലബിന് മരണമണി മുഴങ്ങുന്നു. കായലിന്റെയും കടലിന്റെയും വശ്യചാരുത നുകരാനായി ടൂറിസം വകുപ്പിന്റെ കീഴിൽ കാപ്പിൽ തീരത്ത് ആരംഭിച്ച കാപ്പിൽ ബോട്ട് ക്ലബിന് ഇപ്പോൾ 11 വയസ്സായിരിക്കുന്നു. 11ാം വയസ്സിലും പരാധീനതകൾക്ക് നടുവിലാണ് ഈ ബോട്ട് ക്ലബ്ബ്. വിവിധ ഇനങ്ങളിലുള്ള 25 ബോട്ടുകൾ ഇവിടെ ഉണ്ടെങ്കിലും പ്രവർത്തനക്ഷമമായിട്ടുള്ളത് 3 എണ്ണം മാത്രം. ബാക്കിയുള്ളവയ്ക്കൊന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. വെള്ളം കാണാതെ 9 വർഷമായി കരയിലിരിക്കുന്ന ബോട്ടുകൾ നിരവധി. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനാസ്ഥ മൂലം ഇങ്ങനെ നശിക്കുന്നത് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ബോട്ടുകളാണ്. ഉല്ലാസയാത്രയ്ക്ക് എത്തുന്നവർക്ക് അത്രയ്ക്ക് സുഖമുള്ള അനുഭവങ്ങളല്ല ഇവിടെ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ഈ ബോട്ട് ക്ലബിന്റെ പ്രതിമാസ വരുമാനം 1 ലക്ഷത്തോളം രൂപയായിരുന്നു. കായലോര ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള കാപ്പിൽ തീരത്തെ ബോട്ട് ക്ലബിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നിരാശരായി മടങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ ബോട്ട് ക്ലബിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള യാതൊരുവിധ നടപടികളും ഇവിടെ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. സ്വകാര്യ ബോട്ട് ക്ലബ്ബുകളെ സഹായിക്കാനുള്ള ശ്രമമാണ് ഈ അനാസ്ഥയ്ക്ക് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. ACV ന്യൂസ്, വർക്കല.